അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലിസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഇനി പറയുന്ന സെറ്റ്സ് എല്ലാ എലമെൻറ്റ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോമിൽ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യകളുടെ സെറ്റാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ സെറ്റ് 1, 3, 5 എക്സെട്ര ഇങ്ങനെ പോകും. ഇപ്പോൾ എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡ് നാച്ചുറൽ നമ്പർ എഴുതുന്നതല്ല, സെറ്റ് ഓഫ് ഓൾ എക്സ്, അങ്ങനെയുള്ള എല്ലാ എക്സുകളുടെയും സെറ്റാണ് എ. ഓക്കെ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഇൻറ്റിജർ, -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അപ്പോൾ നിങ്ങൾ നമ്പർ ലൈൻ മനസ്സിൽ കാണണം, അല്ലെങ്കിൽ ഒന്ന് സൈഡിൽ വരച്ച് നോക്കണം. ഇവിടെ ഒരു തെറ്റാനുള്ള സാധ്യത, എക്സ് ഇസ് എൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചിലപ്പം നിങ്ങൾ ശ്രദ്ധിക്കില്ല. നിങ്ങൾ ആ എന്താ പറയുക നോക്കിക്കണ്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്ന് പറയുമ്പോൾ എക്സ് 2/2, 3/2, 4/2 ഇങ്ങനെ എഴുതാൻ സാധ്യതയുണ്ട്. അതല്ല, നമ്മൾ എഴുതേണ്ടത് ഇൻറ്റിജേഴ്സാണ്. നമുക്കറിയാം 1/2, 2/2 ഒക്കെ 3/2 ഒന്നും ഇൻറ്റിജർ അല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ -1/2ൻ്റെ 9/2ൻ്റെ അടുക്കള ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്പർ ലൈൻ മനസ്സിൽ കാണാം. -1/2ൻ്റെ തൊട്ട് വലുതായിട്ടുള്ള റൈറ്റ് സൈഡിലുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് 0 ആണ്. 0ൻ്റെ ലെഫ്റ്റ് സൈഡിലാണല്ലോ -1/2. ഓക്കെ. പിന്നെ അങ്ങോട്ട് 1 വരും, 2 വരും, 3 വരും, 4 വരും. 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. അപ്പോൾ 4.5ൽ കുറവായിട്ടുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 4 വരെയാണ് വരിക. അപ്പോൾ സെറ്റ് വരിക ഇവിടെ 0, 1, 2, 3, 4. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റിജർ, x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ നിങ്ങൾ ഇൻറ്റിജേഴ്സാണ് എഴുതേണ്ടത്. എങ്ങനെയുള്ള ഇൻറ്റിജേഴ്സ് എഴുതേണ്ടത്? എക്സിൻ്റെ സ്ക്വയർ, നിങ്ങൾ എഴുതുന്ന ഇൻറ്റിജേഴ്സിൻ്റെ സ്ക്വയർ 4 കുറവായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം 2ൻ്റെ സ്ക്വയർ 4 ആണ്, അപ്പോൾ 2 വരും അല്ലേ. 1ൻ്റെ സ്ക്വയർ 1, 4 കുറവാണല്ലോ, അപ്പോൾ 1 വരും. സ്ക്വയർ അല്ലേ ഇവിടെ എഴുതേണ്ടത്, ഇവിടെ എക്സുകളാണ് എഴുതേണ്ടത്. ഇവിടെ എഴുതുന്ന സംഖ്യകളുടെ സ്ക്വയർ 4 കുറവായിരിക്കണം, അതാണ് ഉദ്ദേശിച്ചത്. 0 വരും, 0ൻ്റെ സ്ക്വയർ 4 കുറവാണ്. ഇനി 2 വരുമെങ്കിൽ -2 വരും, കാരണം -2ൻ്റെ സ്ക്വയർ നമുക്കറിയാം -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. -1 ഹോൾ സ്ക്വയർ 1, 4 കുറവാണ്. അപ്പോൾ ഇവിടെ വരിക -2, -1, 0, 1, 2. ഓക്കെ. ഫോർത്ത് വൺ, ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ലോയൽ എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ സെറ്റ് വരിക. ഡി ഈക്വൽ ടു സെറ്റ് എൽ വരും, O, Y, A, പിന്നെ എൽ വന്നിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യണ്ട. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ്. 31 ദിവസങ്ങളല്ലാത്ത മാസങ്ങളുടെ സെറ്റ്. ഓക്കെ. അത് ഓരോ മാസമായിട്ട് നോക്കുക. ജനുവരി 31 ദിവസമാണ്, ഫെബ്രുവരി ഇല്ല, ഇപ്പോൾ ഫെബ്രുവരി. മാർച്ച് 31 ഏപ്രിൽ 30 ഏപ്രിൽ. പിന്നെ ജൂൺ വരും. ഓക്കെ. സെപ്റ്റംബർ, നവംബർ. ഇത്രയാണ് 30 ദിവസങ്ങളുള്ള മാസങ്ങളുടെ സെറ്റ്. ഓക്കെ. കൺസോണൻസ്, വവൽസ് അല്ലാത്തതാണ് കൺസോണൻറ്റ്. സിക്സ്ത് വൺ, എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ കൺസോണൻറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസീഡ്സ് കെ. ഓക്കെ. കെയിലും മുന്നേ വരുന്ന ജനാക്ഷരങ്ങൾ. ഓക്കെ. സെറ്റാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ. ഓക്കെ. കെയിലും മുന്നേ വരുന്ന കൺസോണൻസ് ആണ് ഇത്രയും വരിക. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. ഓരോന്ന് മാച്ച് ചെയ്ത് എഴുതണം, ശരിയായത് നേരെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, സെറ്റ് 1, 2, 3, 6 നോക്കിയാൽ അറിയാം. സെറ്റ് 1, 2, 3, 6 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഏതാണ് ശരിയാവുക? അതൊക്കെ 6ൻ്റെ ഫാക്ടേഴ്സാണ്. ഇനി അല്ലെങ്കിൽ ഇത് റൈറ്റ് സൈഡ് മുഴുവൻ ഒന്ന് വായിച്ച് നോക്കും, അതിൻ്റെ അതിൽ മാച്ചാന്ന് നോക്കിയാൽ മതി, അതാണ് കുറച്ചുകൂടി എളുപ്പം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് റൈറ്റ് സൈഡുള്ള നോക്കൂ. എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. അതല്ല, കാരണം 1ഉം 6ഉം പ്രൈം അല്ലല്ലോ. എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അത് ഏതിനാണ് ശരിയാവുക? അത് നോക്കിയാൽ മതി. നാലാമത്തെ നോക്കൂ. 1, 3, 5, 7, 9 അതൊക്കെ ഒറ്റ സംഖ്യകളല്ലേ, 10 കുറവായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ അതാണ് 4ൻ്റെ ആൻസറാണ് ബി. ഇനി ഒന്നാമത്തത് ഏതിൻ്റെ ആൻസർ ആയിട്ട് വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6 എന്നുള്ളത് 2, 3 രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ നേരെയാണ് അത് വരിക. ഓക്കെ. അപ്പോൾ 2ൻ്റെ ആൻസർ എ.
ഇനി റൈറ്റ് സൈഡിൽ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. അപ്പോൾ അതിൽ 1 വരും 2 വരും 3 6 വരും. അപ്പോൾ 1ന് മാച്ചായി വരുന്നത് സി ആണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം MATHEICS എന്നുള്ളത് എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഒന്നാമത്തെ രണ്ടാമത്തെയാണ്. അതിനുള്ള വ്യത്യാസം ഇതാണ്. ഒന്നാമത്തത് എല്ലാ ഡിവൈസസും ഉണ്ട് 6ൻ്റെ, രണ്ടാമത്തത് പ്രൈം ഡിവൈസസ് മാത്രമാണ്.